ഹായ്. ചലഞ്ചസ് ഇല്ലാത്ത ഒരു ലൈഫും ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചലഞ്ചസ് ആണ് വെല്ലുവിളികൾ. കാരണം മനുഷ്യൻ്റെ ജീവിതം, നമ്മളുടെ എല്ലാവരുടെയും ജീവിതം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വെല്ലുവിളികൾ എപ്പോഴും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മനുഷ്യനെ കൂടുതൽ ജീവിക്കാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതും അങ്ങനെ ഇൻസ്പിറേഷനുള്ള ആൾക്കാരെ പറഞ്ഞത്. കാരണം ഈ ലൈഫിൽ ഡിസപ്പോയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് ഇൻസ്പയർഡ് അല്ലാത്ത ആൾക്കാർ, അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചസ്, വെല്ലുവിളികൾ, സെറ്റ് ബാക്സ്, തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അവസ്ഥകളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുമ്പോൾ അവർ പൊതുവെ ഡിസപ്പോയിൻഡ് ആകും, ഡിസ്കറേജ്ഡ് ആകും. അവരെ മുന്നോട്ട് പോകുവാൻ അവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു റെസിലിയൻസ്, ഇന്നർ സ്ട്രെങ്ത്, എനർജി അവർക്കുണ്ടാകത്തില്ല. അതുണ്ടാകത്തിന് കാരണം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധമില്ലാത്ത വ്യക്തികളാണ് എപ്പോഴും അങ്ങനെ ഉള്ള അവസ്ഥകൾ നേരിടുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്കെപ്പോഴും ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സുഖകരമായിട്ടുള്ളൊരു ജേർണി ആയിരിക്കത്തില്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ നമ്മൾ ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും നമ്മളുടെ സാമ്പത്തികമായാലും ആരോഗ്യപരമായാലും റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയാലും ഇല്ലേ, നമ്മുടെ ജോലി സംബന്ധമായിട്ടായാലും ഒക്കെ തന്നെ നമുക്ക് ഒട്ടനവധി പ്രതികൂലമായിട്ടുള്ള, എന്നുവെച്ചാൽ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് നേരിടുകയും നമുക്കതിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് നമുക്ക് ജീവിതത്തിൽ. കാരണം നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ജനിച്ച് വീഴുന്ന ഈ പരിസ്ഥിതി നമ്മളെന്ന് മാത്രമല്ല, ഈ ഭൂമിയിലെ ഒരു ക്രീച്ചർ, ഒരു ജീവജാലത്തിനും പൂർണ്ണമായിട്ടും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രിവിലേജ് കൊടുത്തുകൊണ്ടുള്ളൊരു പരിസ്ഥിതി ആയിരിക്കത്തില്ല എന്നുള്ളതൊരു, നമുക്കെല്ലാ അവസരങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാ അവസരങ്ങളും ഉണ്ട്, വിഭവങ്ങളും ഉണ്ട് നമുക്ക്. പക്ഷേ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് വേണ്ടി നേടിയെടുക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ലൈഫിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നത്. ജീവിതത്തെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുകയും അതുപോലെ പ്രതിസന്ധികളെയും ചലഞ്ചസ്, വെല്ലുവിളികളെയൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട്, ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ലൈഫിനെ നമുക്ക് കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ അല്ലാത്ത മനുഷ്യർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതയാത്ര ഒരു എൻജോയബിൾ ആയിരിക്കത്തില്ല, ബ്യൂട്ടിഫുൾ ആയിരിക്കത്തില്ല. അവരെപ്പോഴും ഡിസപ്പോയിൻഡ് ആയിരിക്കും, ഡെസ്പറേറ്റ് ആയിരിക്കും, ഡിസ്കറേജ്ഡ് ആയിരിക്കും, അവർ പെസിമിസ്റ്റിക് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച്, അത്തരം ആൾക്കാരെ സംബന്ധിച്ച് അവർ നേരിടുന്നത്. അപ്പം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം, ലൈഫിൽ സെറ്റ് ബാക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ലൈഫിലെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ കണ്ടീഷൻസ് ഒന്നും തന്നെ പെർമനൻ്റ് ആയിരിക്കത്തില്ല. ദർ ഈസ് നോ പെർമനൻസി. ഒരു കണ്ടീഷനും പെർമനൻ്റ് ആയിരിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നുവെച്ചാൽ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ നാളെ അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. തിരിച്ചും ഇന്ന് നമുക്ക് മോശം അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അവസ്ഥ മാറി നമുക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു അവസ്ഥയിലേക്ക് നാളത്തെ നമ്മുടെ ജീവിതം മാറാം. അതുകൊണ്ടൊരു കണ്ടീഷനും, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു കണ്ടീഷനും പെർമനൻ്റ് അല്ല. തീർച്ചയായിട്ടും അതിനെല്ലാം മാറ്റങ്ങളുണ്ടാകും. മാറ്റത്തിന് വിധേയമാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ മാറ്റങ്ങൾ നമുക്ക് വെല്ലുവിളികളാണ് സമ്മാനിക്കുന്നതെങ്കിൽ, സെറ്റ് ബാക്സ് ആണ്, തിരിച്ചടികളാണ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ, ഫെയില്യൂറാണ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ, വളരെ പരാജയങ്ങൾ, എന്നുവെച്ചാൽ നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോഴാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ വരുമ്പോഴായിരിക്കും പൊതുവെ നമ്മൾ പരാജിതനാണെന്ന് നമ്മൾ പറയുന്നത്. മറിച്ചാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് പറയാം, സക്സസ് നമുക്കുണ്ടായെന്ന് പറയാം.
അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ്, രണ്ട് പൊളാരിറ്റീസാണ്. അപ്പോൾ വിജയവും പരാജയവും നമുക്ക് സമ്മാനിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല. അവരെല്ലാം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിട്ടും അതിനെ തരണം ചെയ്തും അതിനെ മറികടന്നും ഒക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയതും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വരും. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, മാനസികം ഉണ്ടാകാം, ബൗദ്ധികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാം, സാമ്പത്തികം ഉണ്ടാകാം, പിന്നെ നമ്മുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം, ഇല്ലേ, നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം, നമുക്ക് സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും, രാഷ്ട്രീയമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇക്കണോമിക് പ്രതിസന്ധികളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥകൾ നമുക്കുണ്ടാകും, സമ്പദ് വ്യവസ്ഥയിലുള്ള നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിനുള്ളിലുള്ള കാര്യങ്ങളുണ്ട്, ഇൻറ്റേർണലായിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് സ്വാധീനിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് സ്വാധീനിക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, മറ്റു കാര്യങ്ങളെ നമ്മൾ വിട്ടേക്കുക. കൂടുതൽ ആൾക്കാരും അവർക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് അവർ കൺസേൺഡ് ആകുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. അപ്പോൾ ചലഞ്ചസ് നമ്മളെ ഒരിക്കലും തളർത്തുവാൻ വേണ്ടി ഉള്ളതായിരിക്കത്തില്ല എന്ന ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയുക. അത് നമുക്ക് നമ്മളുടെ ഗ്രോത്തിനെ, നമ്മുടെ സക്സസ്സിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയായിരിക്കും നമുക്ക് പ്രതിസന്ധികളും അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വെല്ലുവിളികളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതിനകത്തിലെല്ലാം മെസ്സേജസ്, ഇൻഫർമേഷനും ഒക്കെ ഉണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തളരാതെ, നമ്മൾ പെസിമിസ്റ്റിക് ആകാതെ, നമ്മൾ ഡിസ്കറേജഡ് ആകാതെ അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റ് ആകാതെ നമ്മൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, അതിനകത്തുള്ള മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻഫർമേഷൻ എന്താണ്, ലെസൺസ് എന്താണ്, പാഠങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രായോഗിക ബുദ്ധിയോടെ കൂടി ലോജിക്കലായിട്ട്, എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ലോജിക്കലായിട്ട്, കാരണം നമുക്ക് ജീവിതത്തിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ലോജിക്കൽ മൈൻഡ് സെറ്റ് വേണം, പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് വേണം, പിന്നെ എന്താണ് പറയുന്നത്, അല്പം കൂടെ ക്രിയേറ്റീവായിട്ടൊരു മൈൻഡ് സെറ്റ് വേണം. അത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോജിക്കലായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്ട്രഗിൾ. ബിക്കോസ് ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ട്രാവലിംഗ് ഫ്രം വൺ സ്ട്രഗിൾ ടു അനദർ സ്ട്രഗിൾ എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ നോ ബെഡ് ഓഫ് റോസസ് ഇല്ലേ, നമുക്ക് ഒരു പരവതാനി എന്ന് ഒരിക്കലും ആർക്കും ഒരിടത്തും വിരിച്ച് കൊടുത്തിട്ടില്ല നടന്നു പോകാൻ. എല്ലാവരുടെയും വഴികൾ വളരെ കഠിനമായിരിക്കും, യാത്ര വളരെ കഠിനമായിരിക്കും. നമ്മൾ കാണുന്ന മില്ലിനേഴ്സിൻ്റെയും വളരെ സക്സസ്ഫുള്ളായ നമ്മളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന വ്യക്തികളുടെ എല്ലാ ലൈഫിൽ അവർ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ തന്നെ നേരിട്ടുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ആ ഒരു സക്സസ് എന്ന് പറയുന്ന റിസൾട്ട് അവർ നേടിയെടുത്തത്. അതെന്ന് പറഞ്ഞാൽ ഒരു വൺ ഓഫ് ഡെസ്റ്റിനേഷനും അല്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത്, ട്രെയിനിൽ യാത്ര ചെയ്ത് സ്റ്റേഷനിൽ ഇറങ്ങുന്ന പോലല്ല സക്സസ് എന്ന് പറയുന്നില്ല. കാരണം സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്ത് എത്തിച്ചേരുന്ന ഒരു പൊസിഷനൊന്നുമില്ല, മനസ്സിലായില്ല. അതൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രോസസ്സിൽ കൂടെ നമ്മൾ പോകുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും നമ്മൾ ശരിക്കും അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നൊരു പ്രശ്നമാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ പ്രശസ്തിയുടെയും വിജയത്തിൻ്റെയൊക്കെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹി വാസ് ഫേസിങ് ലോട്ട് ഓഫ് പ്രഷേഴ്സിലെ ഒത്തിരി സമ്മർദ്ദങ്ങൾ നേരിടുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം ഒത്തിരി പ്രതീക്ഷകൾ അദ്ദേഹത്തിലുണ്ട്, ഒത്തിരി സമ്മർദ്ദങ്ങൾ. കാരണം ഒരു ഫ്രഷായിട്ട് രാവിലെ ഒരു ഇന്നിങ്സ് കളിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അറിയില്ല ഫസ്റ്റ് ബോളിൽ ഔട്ടാകുമോ, അല്ലെങ്കിൽ ഇല്ലേ അദ്ദേഹത്തിന് കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ കഴിയുമോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലുള്ള വ്യക്തികളുടെ എല്ലാം ലൈഫ് എടുത്തു നോക്കി ഞാൻ പറഞ്ഞിട്ടാണ്. നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ സക്സസ്ഫുൾ ആണ്, നാളെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഫെയിലുവേഴ്സും അല്ലെങ്കിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നമുക്കറിയില്ല, തീർച്ചയായിട്ടും ആർക്കും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സക്സസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു പ്രോസസ്സിൻ്റെ ഭാഗം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ചാലഞ്ചസ്, വെല്ലുവിളികളും സെറ്റ് ബാക്സും ഫെയിലുവേഴ്സും ഒക്കെ നമ്മളെ തളർത്താൻ വേണ്ടി ആയിരിക്കരുത്, ബട്ട് ടു സ്ട്രെങ്തൻ അസ്, നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ശക്തിയെ
കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തെ നമുക്ക് കൃത്യമായ ദിശയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്റ്റക്കായി പോകും, നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം എപ്പോഴും ഞാൻ പറഞ്ഞു, ഇൻഫർമേഷൻ ഉണ്ട്, അതിനകത്തിൽ ലെസൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് എന്ന് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, എന്തുകൊണ്ടെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ലക്ഷ്യം നേടാൻ സാധിച്ചില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ഞാൻ കാരണമാണോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് പിറ്റ്ഫോൾസ്, ഷോർട്ട് കമ്മിങ്സ്, കുറവുകളുണ്ടോ അറിവിൻ്റെ കാര്യത്തിലോ പ്രായോഗിക ബുദ്ധിയുടെ കാര്യത്തിലോ, ഇല്ലേ, നമ്മളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണോ, പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണോ, ഇല്ലേ, നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ എന്താണ് ശരിക്കുമുള്ള പ്രോബ്ലം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന വ്യക്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്തും കറക്റ്റ് ചെയ്തും നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ഡേ വി വിൽ മീറ്റ് വിത്ത് സക്സസ്, അല്ലെങ്കിൽ വൺ ഡേ വി വിൽ ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ എൻഡിവർ. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ മേഖലയിൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകാൻ സാധിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. കാരണം എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ് ആയിട്ടുള്ളത്. അല്ലാതെ മറിച്ച് അവർക്കൊരു ഗോൾഡ് പ്ലാറ്ററിൽ, ഒരു സ്വർണ്ണത്തളികയിൽ ഒരിക്കലും സക്സസ് കൊണ്ട് കൊടുത്തിട്ടുള്ള ചരിത്രമൊന്നുമില്ല. എല്ലാവരും ഏത് മേഖലയിലുള്ള ആൾക്കാരായാലും ആ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്, കോൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട്. അതിനകത്ത് അവർ ഒത്തിരി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടുണ്ട്, ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടുണ്ട്. അപ്പോൾ ഏത് മേഖലയായാലും ശരി, രാഷ്ട്രീയമായാലും ശരി, സിനിമയായാലും ശരി, പിന്നെ ബിസിനസ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ലൈഫായാലും ശരി, എല്ലാവരും ഈ പറഞ്ഞ പ്രതിസന്ധികളും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും നേരിട്ടിട്ടുണ്ട്, നേരിടും. അത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും, പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകും. ചിലത് മറ്റുള്ളവരാൾ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കും, അങ്ങനെയുണ്ട്. മറ്റുള്ളവരാൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനെല്ലാം നമ്മൾ ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, പ്രായോഗിക ബുദ്ധിയോടുകൂടി, യുക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത്, അതുപോലെ തന്നെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വീക്ഷിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, സമീപിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ നമുക്ക് മറികടന്ന്, ഒഴിവാക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിനെ മറികടന്ന് പോകാമെന്നുള്ളത് അതൊരു വലിയൊരു എന്താ പറയുന്നത്, ഒരു വലിയൊരു ഹിൻഡ്രൻസ് ആണ്. അതിനെ നമുക്ക് മറികടന്ന് പോകാൻ സാധിക്കത്തുള്ളൂ, അതിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതിനെ മറികടന്ന് പോകാം, ഓവർകം ചെയ്യാൻ സാധിക്കും നമുക്ക്. കാരണം ചലഞ്ചസ് എപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഔട്ട്സൈഡ് വേൾഡ് എപ്പോഴും. നമ്മുടെ പ്രതീക്ഷയ്ക്കും നിയന്ത്രണത്തിനും സ്വാധീനത്തിൻ്റെ വലയത്തിൽ ഒതുങ്ങുന്നതല്ല ഔട്ട്സൈഡ് വേൾഡ്. ഔട്ട്സൈഡ് വേൾഡ് നമ്മൾ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്താണോ അതെല്ലാം ഔട്ട്സൈഡ് വേൾഡാണ്. അതിൽ വ്യക്തികൾ ഉൾപ്പെടാം, സാഹചര്യങ്ങൾ ഉൾപ്പെടാം, അവസ്ഥകൾ ഉൾപ്പെടാം, മറ്റ് ജീവജാലങ്ങൾ ഉൾപ്പെടാം, കാലാവസ്ഥ ഉൾപ്പെടാം, മനസ്സിലായില്ല. അതെല്ലാം ബാഹ്യലോകം. അപ്പോൾ ബാഹ്യലോകം ഒരിക്കലും നമുക്ക് അനുകൂലമല്ല. നമ്മൾ അതിനോട് പടപൊരുതി ഫൈറ്റ് ചെയ്ത് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പേസാണ് ലൈഫിലുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തവർക്ക് പറ്റിപ്പോയ പ്രശ്നങ്ങളല്ല, അവരിതുപോലുള്ള ഫൈറ്റിങ്ങിന് വേണ്ടി അവർ തയ്യാറല്ല. ബിക്കോസ് അവർക്ക് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ പ്രശ്നങ്ങളെ സമീപിക്കാനോ വീക്ഷിക്കുവാനോ മനസ്സിലാക്കുവാനോ അതിനെ തിരിച്ചറിയാനോ അതിനെ മറികടക്കുവാനുള്ള ഉപായങ്ങൾ തേടുവാനോ ഒന്നും കഴിയാത്തത് കൊണ്ട് പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും പരാജയപ്പെട്ട വ്യക്തികൾ നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത്. വിജയിച്ച വ്യക്തികൾക്ക് ഒരു എക്സ്ട്രോർഡിനറി ആയിട്ടുള്ളൊരു ഡിഫറൻറ്റ് സ്പിരിറ്റ് അവർക്കുള്ളതുണ്ട്. മെൻ്റൽ റിസോഴ്സ് അവർ കൃത്യമായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് സക്സസ്ഫുൾ ആകാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധിക്കുമെന്നുള്ള വ്യത്യാസമാണ്. സക്സസ്സും ഫെയിലറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു തിൻ ലൈൻ ഓഫ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സക്സസ്സും ഫെയിലറും എന്ന് പറഞ്ഞാൽ.
നമ്മളൊരു ഫെയിൽഡായ വ്യക്തിയുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം ആ വ്യക്തി സക്സസ്ഫുൾ ആകും. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയുടെ മൈൻഡ് സെറ്റ് ഒരു പക്ഷേ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഫെയിലിയറും സംഭവിക്കാം. അപ്പോൾ ഇത് തമ്മിൽ ഒരു തിൻ ലൈൻ ഓഫ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല സക്സസ്സും ഫെയിലിയറും തമ്മിലാണ്. ഒരുപക്ഷെ നമുക്ക് വേണ്ട ഒരു ചെറിയ മൈൻഡ് സെറ്റിൻ്റെ ഷിഫ്റ്റ് ആയിരിക്കാം. നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥയുടെ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചോയ്സിൻ്റെയൊക്കെ ഒരു ചെറിയ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റമായിരിക്കാം നമുക്ക് സക്സസ്സിൽ നിന്ന് ഫെയിലുവറിലേക്കോ അല്ലെങ്കിൽ ഫെയിലുവറിൽ നിന്ന് സക്സസ്സിലേക്കോ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അവിടെ ഇതിനകത്ത് സക്സസ്സും ഫെയിലും തമ്മിലൊരു ഹ്യൂജ് ഗ്യാപ്പോ അല്ലെങ്കിൽ ഹ്യൂജ് ഡിഫറൻസോ ഒന്നും ഇല്ലെന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ എടുക്കേണ്ട റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആ പ്രോസസ്സിൽ കൂടെ മാത്രം നമുക്ക് കടന്നു പോയാൽ നമ്മളെ, കാരണം എല്ലാത്തിനും അതിൻ്റെയുള്ള പ്രോസസ്സുണ്ട്. തീർച്ചയായിട്ടും ഗ്രാജുവേഷൻ എന്ന് പറയും. ഗ്രാജുവേഷൻ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ 1, 2, 3 ഇതുപോലുള്ള ക്ലാസ്സുകളിൽ കൂടെ പഠിച്ച് മാത്രമേ നമുക്ക് 10ാം ക്ലാസ്സിൽ ചെല്ലുകയും അതിനുശേഷം നെക്സ്റ്റ് ലെവൽ +2 അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ ഇറ്റ്സ് എ പ്രോസസ്സ്. അതുപോലെ ലൈഫിലെ എല്ലാ കാര്യത്തിലും അതിൻ്റെയുള്ള പ്രോസസ്സുണ്ട്. അതിന് നമ്മൾ ഷോർട്ട് കട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഷോർട്ട് ടൈം ആയിരിക്കും, അത് ലോങ് ടൈം ആയിരിക്കത്തില്ല. സസ്റ്റെയിൻ ചെയ്യാൻ കഴിയത്തില്ല നമുക്ക്. അതുപോലെ ഈ പറഞ്ഞ പ്രോസസ്സ് നമ്മൾ തെറ്റായ പ്രോസസ്സിൽ കൂടെ പോവുകയാണെങ്കിലും, അപ്പോൾ ഈ ഫെയിലുവറിൻ്റെ മറ്റൊരു കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് തെറ്റായിരിക്കാം. നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം തെറ്റായിരിക്കാം. നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഒക്കെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് തെറ്റായിരിക്കാം. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ് തെറ്റായിരിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ പരാജയങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെ മാറ്റി റൈറ്റ് പ്രോസസ്സ്, തെറ്റായ സിസ്റ്റത്തെ മാറ്റി റൈറ്റ് സിസ്റ്റം. ഉദാഹരണത്തിന് അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അൺഹെൽത്തിനെസ്, അനാരോഗ്യത്തിന് കാരണം ആ വ്യക്തി ഫോളോ ചെയ്യുന്ന ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ വിഷയമാണ്, ഇല്ലേ? പ്രോസസ്സ്, അത് നമുക്ക് പ്രോസസ്സ് എന്ന് പറയാം, സിസ്റ്റം എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഡിസിപ്ലിനിൽ ഫുഡ് ഹാബിറ്റ്സിലും സ്ലീപ്പിലും അല്ലെങ്കിൽ ഡെയിലിയുള്ള ആക്ടിവിറ്റീസിലൊന്നും ഡിസിപ്ലിൻ ഇല്ലാതെ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പൊതുവെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി സ്വീകരിച്ചിരിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സിസ്റ്റം മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിഫറൻസ് ക്യാൻ ബി സീൻ ഇൻ ദാറ്റ് പേഴ്സൺസ് ലൈഫ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് ഡിഫറൻസ് കാണാൻ സാധിക്കും. സോ എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി കൈൻഡ് ഓഫ് പ്രോസസ് ആൻഡ് ദ കൈൻഡ് ഓഫ് സിസ്റ്റം വി ആർ ഫോളോയിങ് ഓർ വി ആർ മേക്കിംഗ് യൂസ് ഓഫ്. അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവരുടെ ജീവിതത്തിൽ പ്രോസസ്സുകളുടെ സിസ്റ്റം ഉണ്ട്, പക്ഷേ ദേ ഡോണ്ട് നോ ദാറ്റ് ദർ എക്സിസ്റ്റ് എ പ്രോസസ്, ദർ എക്സിസ്റ്റ് എ സിസ്റ്റം ഇൻ ദർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൽ സിസ്റ്റം ഉണ്ടെന്നോ പ്രോസസ് ഉണ്ടെന്നോ അവർക്കറിയത്തില്ല. സോ ദേ ആർ ടോട്ടലി മൈൻഡ്ലെസ് അബൌട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ദർ ലൈഫ്സ്. സോ അത്തരം ആൾക്കാർക്ക് they need help, they need support, they need to be given a kind of sense of direction. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് വി ഓൾ ഫേസ് ചലഞ്ചസ്, വി ഓൾ ഫേസ് സെറ്റ് ബാക്സ്, വി മസ്റ്റ് എക്സ്പെക്ട് ചലഞ്ചസ് ആൻഡ് സെറ്റ് ബാക്സ് വൈൽ വി ആർ ഗോയിങ് ഫോർവേഡ് ഇൻ ലൈഫ്. നമ്മൾ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഉണ്ടാകും, സെറ്റ് ബാക്സ് ഉണ്ടാകും. നമുക്ക് ഫേവറബിൾ അല്ലാത്ത, അൺഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഡ്യൂസീവ് അല്ലാത്ത പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രാക്ടിക്കൽ മൈൻഡ്, ലോജിക്കൽ മൈൻഡ്, സെൻസ് ഓഫ് റിയാലിറ്റി, പ്രായോഗിക ബോധത്തോടുകൂടി, പിന്നെ ലോജിക്കൽ ബോധത്തോടുകൂടി നമ്മളതിനെ ക്രിയേറ്റീവായിട്ടുള്ള, കാരണം ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ കിഴക്കോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ കിഴക്കോട്ട് സഞ്ചരിക്കുക. നമ്മൾ പടിഞ്ഞാട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ തെറ്റായ വഴിയാണ്, തെറ്റായ പ്രോസസ്സാണ്, തെറ്റായ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ ഡയഗ്നൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് ആ പ്രശ്നത്തിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ കിഴക്കോട്ട് പോകേണ്ടതിന് പകരം പടിഞ്ഞാട്ട് ആണ് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കട്ട് ഷോർട്ട് ദാറ്റ് ജേർണി ആൻഡ് ദെൻ ടേൺ യുവർ സെൽഫ് ഈസ്റ്റ്വേർഡ്, അല്ലേ? നമ്മളെ കിഴക്കോട്ട് നമ്മൾ തിരിച്ചുവിടുക, കിഴക്കോട്ട് യാത്ര ചെയ്യുക. അപ്പോൾ അതിനാണ് ലൈഫിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു
അനാലിസിസ് നമുക്ക് അത്യാവശ്യമാണ്, ഡയഗ്നോസിസ് അത്യാവശ്യമാണ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ചലഞ്ചസും സെറ്റ് ബാക്സും ഒക്കെ തന്നെ പെർമനൻ്റ് ആണ്, ഫിക്സ്ഡ് ആണ്. അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല. അതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയും. നമുക്ക് പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയില്ല, പക്ഷേ നമുക്ക് വി ക്യാൻ ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഇഫ് യു ഫോളോ ദീസ് സ്റ്റെപ്സ്, ഇഫ് യു ഫോളോ ദീസ് ഫോമുല. ഈ പറഞ്ഞ ഫോമുലയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും we can be successful and we can reach our goals, if not now but somewhere in the distant future. Okay, and thanks for watching this video and have a wonderful day. See you again.